ഹലോ ഫ്രണ്ട്സ്, ഇലക്ട്രോമാഗ്നറ്റിക്സിൻ്റെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. ഫസ്റ്റ് മൊഡ്യൂളിലുള്ള മറ്റൊരു പ്രോബ്ലമാണ് നമ്മൾ കാണുന്നത്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്: എ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് സ്പെറിക്കൽ സിമെട്രി ഹാസ് റോ വി ഈസ് ഈക്വൽ ടു, ഈ എക്സ്പ്രഷനാണ് തന്നിട്ടുള്ളത്. ഡിറ്റർമൈൻ ഇ എവ്രിവെയർ. സോ ഇ ആണ് നമ്മൾക്ക് കാണേണ്ടത്. സോ നമ്മൾ ഗോസ് ലോയുടെ ആപ്ലിക്കേഷൻ പറഞ്ഞ സമയത്ത് സ്പെറിക്കൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ആപ്ലിക്കേഷൻ കണ്ടിരുന്നു. അതിൽ നമ്മൾ കണ്ടിരുന്നു ദർ ആർ ടു ടൈപ്സ് ഓഫ് Gaussian surface. One is inside the spherical distribution and another one is outside the spherical distribution. അതിൻ്റെ രണ്ടിൻ്റെയും എക്സ്പ്രഷൻ നമ്മളിവിടെ കാണുകയാണ് വേണ്ടത്. ഈ എവ്രിവെയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗോസ് ലോ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ ഗോസ് ലോ എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. എന്തായിരുന്നു? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു the charge enclosed by the surface ആണ്. ദറ്റ് ഈസ് Q enclosed എന്നായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. സോ ഈ ഒരു എക്സ്പ്രഷൻ ആയിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഗോസ് ലോ. സോ ഇതിൽ തന്നെ നമ്മൾ ഫൈയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഫൈ എന്ന് പറയുന്നത് ദറ്റ് ഈസ് ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ആണ്. ക്ലോസ്ഡ് സർഫസ് നമ്മൾ കണ്ടിരുന്നത് എങ്ങനെയായിരുന്നു? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ എസ് ആയിരുന്നു. ഡി ഡോട്ട് ഡി എസ് ആയിരുന്നു അതിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്യൂവിൻ്റെ വാല്യൂ എന്തായിരുന്നു? ദറ്റ് ഈസ് ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ സർഫസ് ഇൻ്റഗ്രൽ ഓവർ വി റോ വി ഡി വി. ഈ എക്സ്പ്രഷൻ നമ്മൾ ഗോസ് ലോ പഠിച്ചപ്പോൾ കണ്ടതായിരുന്നു. സോ നമുക്കിത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? സോ ഞാൻ ഇതൊന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുകയാണ്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ എസ് ഡി ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു ക്യൂവിൻ്റെ വാല്യൂ ഇൻ്റഗ്രൽ ഓവർ വി റോ വി ഡി വി എന്നാണ് നമുക്ക് വരിക. സോ ഈ ഒരു എക്സ്പ്രഷനെ നമുക്ക് ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്യാം. ദറ്റ് ഈസ് നമുക്കറിയാം ഇൻ്റഗ്രൽ ഓവർ എസ് ഡി എസ് നമ്മൾ ഗോഷ്യൻ സർഫസ് ആണ് കാണുന്നത്. സോ നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് ഗോസ് ലോ കണ്ട സമയത്ത് സ്പെറിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ ഗോഷ്യൻ സർഫസ് എന്ന് പറയുന്നതും ഒരു സ്പെറിക്കൽ ഫോം ആണ്. സോ ഇൻ്റഗ്രൽ ഓവർ എസ് ഡി എസ് എന്ന് പറയുന്നത് സ്പെറിക്കലിൻ്റെ സർഫസ് ഏരിയ ആണ് വരിക. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 4πr². അതുപോലെ തന്നെ നമ്മൾ ഡിയുടെ എക്സ്പ്രഷനും കണ്ടിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് എപ്സിലോൺ നോട്ട് ഇ അല്ലേ? സോ ഈ ഒരു വാല്യൂസ് നമുക്ക് ഈ എൽ എച്ച് എസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ ആർ എച്ച് എസിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ വി ഡി വി ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ വി ഡി വി. സോ ഇവിടുത്തെ കേസിൽ റോ വിയുടെ വാല്യൂ എന്താണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ബാക്കിയുള്ള ഇൻ്റഗ്രൽ ഓവർ വി ഡി വി നമുക്ക് കാണണം. സോ നമുക്ക് തന്നിട്ടുള്ളത് സ്പെറിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. സോ സ്പെറിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ ഡി വിയുടെ എക്സ്പാൻഷൻ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പ്രീവിയസ് ലെക്ചേഴ്സിൽ കണ്ടിട്ടുണ്ട്. സോ ആ ഒരു വാല്യൂ ആണ് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡി വി ആയതുകൊണ്ട് തന്നെ സ്പെറിക്കലിനകത്ത് നമുക്ക് 3 വേരിയബിൾസ് ആണ് വരുന്നത്: ആർ, തീറ്റ ആൻഡ് ഫൈ. സോ അതിൻ്റെ 3 ഇൻ്റഗ്രേഷൻ നമ്മൾ കൺസിഡർ ചെയ്യണം. ആറിൻ്റെ ഇൻ്റഗ്രേഷൻ ഉണ്ട്, തീറ്റയുടെ ഇൻ്റഗ്രേഷൻ ഉണ്ട്, ഫൈയുടെ ഇൻ്റഗ്രേഷൻ ഉണ്ട്. ഓക്കെ, ആൻഡ് അതിനകത്ത് വരുന്ന ടേംസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: r² സൈൻ തീറ്റ, ദെൻ ഡി ഫൈ, ഡി തീറ്റ ആൻഡ് ഡി ആർ. ഇതാണ് നമ്മളുടെ ഇൻ്റഗ്രൽ ഓവർ വി ഡി വി ഫോർ സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിന് വരുന്നത്. സോ ഈ വാല്യൂസ് വേണം നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. സോ ഇതൊക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മളുടെ ഈ ഒരു എക്സ്പ്രഷൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയാലോ? എന്തായിരിക്കും നമുക്ക് വരിക? ഈ ഇൻ്റഗ്രൽ ഓവർ എസ് ഡി ഡോട്ട് എസിന് നമുക്ക് എങ്ങനെ എഴുതാം? ദറ്റ് ഈസ് എപ്സിലോൺ നോട്ട് ഇ 4πr² എന്ന് എഴുതാം ഇല്ലേ? ഈ 2 ടേംസ് വെച്ചിട്ട് ഇതിനെ എൽ എച്ച് എസിൽ എഴുതാം. ഇനി ഈ ടേംസിൽ നമ്മൾ ഇവിടെ കൊണ്ടുവരികയാണ്. സോ എങ്ങനെ വരും? ഇൻ്റഗ്രൽ ഓർ ആർ ഉണ്ട്, ഇൻ്റഗ്രൽ തീറ്റ ഉണ്ട്, ഇൻ്റഗ്രൽ ഫൈ ഉണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് റോ വി ആണ്. റോ വി എന്ന് പറയുന്നത് ഫസ്റ്റ് കേസ് നമ്മളിവിടെ എടുക്കുകയാണ്. ഇത് നമ്മുടെ ഫസ്റ്റ് കേസാണ്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഇൻസൈഡ് ദ സ്പെറിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ദാറ്റ് ഈസ് ദിസ് വൺ, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ. ഈ കണ്ടീഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? റോ നോട്ട് ആർ ബൈ ആർ ആണ് വരുന്നത്. സോ റോ നോട്ട് ആർ ബൈ ആർ ഇൻറ്റു ഈ ടേംസ് വരും. ദാറ്റ് ഈസ് r² സൈൻ തീറ്റ, ദെൻ ഡി ഫൈ, ഡി തീറ്റ, ഡി ആർ. ഓക്കെ, സോ ഇതിൻ്റെ സൊല്യൂഷൻ നമുക്കൊന്ന് കാണാം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ടേംസിൻ്റെയും ഇൻ്റഗ്രേഷൻ ഒന്ന് കാണുകയാണ്. സോ ഇവിടെ ഇൻ്റഗ്രൽ ഓവർ ഫൈ ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഇവിടുത്തെ കേസിൽ ഫൈയുടെ ടേംസുകളൊന്നും നമുക്ക് ഇതിനകത്ത് അവൈലബിൾ അല്ല. സോ നമ്മളുടെ ഇൻ്റഗ്രേഷൻ എങ്ങനെ വരും? ഇൻ്റഗ്രൽ ഓവർ ഫൈയുടെ ലിമിറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ദാറ്റ് ഇസ് 0 to 2π ആണ്. ഈ ലിമിറ്റ് നമ്മൾ
സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ 0 to 2π, പിന്നെ നമുക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് 1d5 എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ വാല്യൂ നമുക്ക് എന്തായിരിക്കും? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 5. സോ 5യുടെ ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ 0 to 2π കൊടുക്കാം. ആൻഡ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും വരിക? നത്തിങ് ബട്ട് 2π. ഓക്കെ, സോ ഫസ്റ്റ് ഇൻ്റഗ്രേഷനിൽ നമുക്ക് 2π ആണ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് തീറ്റയുടെ ഇൻ്റഗ്രേഷൻ ആണ് വരുന്നത്. സോ ഇൻ്റഗ്രൽ തീറ്റയുടെ ലിമിറ്റ് എന്താണ് വരുന്നത്? 0 to π ആണ് നമുക്ക് വരിക. സോ നമുക്ക് ഇൻ്റഗ്രേഷനകത്ത് എന്ത് വരും? സൈൻ തീറ്റ ഡി തീറ്റ വരും. ഓക്കെ, സോ ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ കാണുന്ന സമയത്ത് സൈൻ തീറ്റയുടെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് മൈനസ് കോസ് തീറ്റയാണ് വരിക. ആൻഡ് നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം 0 and π. സോ ഇനി നമുക്ക് ഇതിൻ്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. സോ നമുക്ക് അപ്പർ ലിമിറ്റ് വരുന്ന സമയത്ത് മൈനസ് കോസ് π വരും. ദെൻ മൈനസ് ആണ്, ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉള്ളതുകൊണ്ട് പ്ലസ് ആവും. ദെൻ കോസ് 0 വരും. ഓക്കെ, സോ വിച്ച് ഇസ് ഈക്വൽ ടു, നമുക്കിവിടെ കോസ് π എന്ന് പറയുന്നത് എന്താണ്? -1 ആണ്. -1 1, ദെൻ പ്ലസ് കോസ് 0 1 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 2 എന്ന് വരും. സോ ആദ്യത്തെ രണ്ട് ഇൻ്റഗ്രേഷൻ നമുക്ക് ചെയ്യുന്ന സമയത്ത് 2πയും 2 ആണ്. നമുക്കിത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 4π എന്ന് എഴുതാം. ഓക്കെ, സോ ഈ 4π നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരികയാണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും? ഇൻ്റഗ്രൽ ഓവർ r അവിടെ തന്നെയുണ്ട്. പിന്നെ വരുന്നത് എന്താണ്? റോ നോട്ട് r ഡിവൈഡഡ് ബൈ r. ഇവിടെ ഒരു r² ഉണ്ട്, നമുക്ക് ഇവിടുന്ന് 4π കിട്ടുന്നുണ്ട്. സോ എന്ത് വരും? 4π r² വരും. ദെൻ ഇനി ബാലൻസ് ഉള്ളത് dr ആണ്. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സൊല്യൂഷനാണ് കണ്ടത്. സോ ഈ ആറിൻ്റെ ഇൻ്റഗ്രേഷൻ കാണാം. സോ വിച്ച് ഇസ് ഈക്വൽ ടു, നമുക്കിവിടെ r ഇല്ലാത്ത ടേംസുകളൊക്കെ പുറത്തേക്ക് എടുക്കാം. എന്ത് വരും? 4π റോ നോട്ട് വരും ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ R വരും. ഓക്കെ, പിന്നെ വരുന്നതാണ് ഇൻ്റഗ്രൽ r. ഇനി നമുക്ക് വരുന്നത് ഇവിടെ ഒരു r ഉണ്ട്, ഇവിടെ r² ഉണ്ട്. സോ r³ ദെൻ dr. ഓക്കെ, ഇതിനെ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 4π റോ നോട്ട് ഡിവൈഡഡ് ബൈ r. r³ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് r⁴ ഡിവൈഡഡ് ബൈ 4 ആണ് വരിക. ഇത് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും r-ന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 to r ആണ് വരുന്നത്. സോ ഈ സെയിം ആൻസർ തന്നെയായിരിക്കും നമുക്ക് വരിക. സോ ഇതിൽ നിന്നകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ 4ഉം ക്യാൻസൽ ചെയ്യാം. വാട്ട് വി ആർ ഗെറ്റിംഗ്? പൈ റോ നോട്ട് r⁴ ഡിവൈഡഡ് ബൈ r ആണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ LHSൽ നമുക്ക് എന്താ വരുന്നത്? ഈ ടേം ആണ് വരുന്നത്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ε0 e 4π r² അല്ലേ? ഇതിനകത്ത് നമുക്ക് ഈ പൈയും ക്യാൻസൽ ചെയ്യാം. ഇവിടെ r² ഉണ്ട്, ഇതിനകത്ത് നമുക്ക് 2 ക്യാൻസൽ ചെയ്ത് ബാലൻസ് 2 വരും. ഓക്കെ, സോ നമുക്ക് എന്താണ് കാണേണ്ടത്? എക്സ്പ്രഷൻ ഓഫ് ഇ ആണ് നമുക്ക് കാണേണ്ടത്. സോ ഇ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? റോ നോട്ട് r² ഡിവൈഡഡ് ബൈ ഈ എപ്സിലോണും 4ഉം ഇങ്ങോട്ട് വരും. സോ 4ε0 ദെൻ r ഉണ്ട് ഇവിടെ. ഓക്കെ, ഈ ഇയുടെ എക്സ്പ്രഷന് നമുക്കൊരു ഡയറക്ഷൻ ഉണ്ടാവും, ദാറ്റ് ഇസ് AR. സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഇ. ഇത് എന്തിൻ്റെ കേസിലാണ്? നമുക്ക് ആറിൻ്റെ വാല്യൂ ഇൻസൈഡ്, നമ്മുടെ ഗോഷ്യൻ സർഫസ് എന്ന് പറയുന്നത് സ്പിയറിൻ്റെ ഇൻസൈഡ് വരുന്ന സമയത്താണ് നമുക്ക് ഇയുടെ വാല്യൂ ഇങ്ങനെ കിട്ടുക. ഓക്കെ, സോ ഇതേപോലെ തന്നെ നമുക്ക് മറ്റൊരു കേസും ഉണ്ടാവും. എന്തായിരിക്കും? ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ r ആയിട്ട് വരുന്നത്. സോ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് ഈ എവരിവെയർ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് സെക്കൻഡ് കേസും കാണണം. സോ സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് നമ്മുടെ റേഡിയസിൻ്റെ ഔട്ട്സൈഡ് വരുമ്പോഴാണ്. റേഡിയസിൻ്റെ ഔട്ട്സൈഡ് വരുമ്പോൾ നമ്മുടെ റോയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് അല്ലേ? സോ സെക്കൻഡ് കേസിൽ നമുക്ക് എന്തായിരിക്കും വരിക? നേരത്തെ ചെയ്ത പോലെ തന്നെ LHSൽ നമുക്ക് കിട്ടുക ε0 e 4π r² തന്നെയാണ് വരിക, വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് രണ്ട് വാല്യൂസ് ഉണ്ടാവും. ദാറ്റ് ഈസ് 0 തൊട്ട് റേഡിയസ് ഓഫ് ദ സ്പിയർ r വരെ നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ള Q0 r ഡിവൈഡഡ് ബൈ r എന്ന് പറഞ്ഞ വാല്യൂ തന്നെ ആയിരിക്കും. ഓക്കെ, അതിൻ്റെ ബാക്കി ടേംസുകൾ നമുക്ക് നേരത്തെ കിട്ടിയ ആ 4π r² അവിടെ ഉണ്ടാവും. ദെൻ dr ഉണ്ടാവും. ഇനി ഇതിൻ്റെ കൂടെ നമ്മളുടെ സ്പിയറിൻ്റെ പുറത്തേക്ക് പോകുന്ന സെക്ഷനും കൂടെ ഉണ്ടാവും. ദാറ്റ് ഈസ് r ടു ദ റേഡിയസ് ഓഫ് ദ ഗോഷ്യൻ സർഫസ് r. ഓക്കെ, അതെന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? 0 ആണ് തന്നിട്ടുള്ളത്. സോ 0 × 4π r² dr ആണ് വരിക. സോ ഈ ടേം നമുക്ക് 0 ആയി പോകും. ക്വസ്റ്റ്യനിൽ 0 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ബാക്കി വരുന്ന ടേം എന്താണ്? ദിസ് വൺ. സോ ഇവിടുത്തെ കേസിൽ നമുക്കറിയാം, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 4π
റോ നോട്ട് ഡിവൈഡഡ് ബൈ ആർ നമുക്ക് പുറത്തെടുത്തിട്ട് ഇൻ്റഗ്രേഷൻ 0 to r നമുക്ക് r ക്യൂബ് ആണ് വരുന്നത് dr. സോ ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും ആൻസർ കിട്ടുക? ദിസ് ഇസ് നത്തിങ് ബട്ട് 4 pi റോ നോട്ട് ഡിവൈഡഡ് ബൈ r ക്യൂബിൻ്റെത് r⁴ ഡിവൈഡഡ് ബൈ 4 ആണ് നമുക്ക് കിട്ടുക ഇല്ലേ? ഇതിൽ നമ്മുടെ ലിമിറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ R ആണ്. സോ അതുകൊണ്ട് ഇവിടെ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പം ഹിയർ ആറും ഇവിടെ 0 ആണ് വരുന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു 4 pi റോ നോട്ട് r⁴ ഡിവൈഡഡ് ബൈ 4r ആണ് വരുന്നത്. ഈ ആറും ഇതും ക്യാൻസൽ ആയിട്ട് നമുക്ക് r ക്യൂബ് നമുക്കവിടെ കിട്ടും. ഓക്കെ, ഇതിൻ്റെ LHS നമുക്ക് എന്തായിരുന്നു? ε0 ഈ 4 pi r² ആണ് വരുന്നത്. സോ ഇതിനകത്ത് നിന്ന് നമുക്ക് ഈ 4 പൈയും 4 പൈയും ക്യാൻസൽ ചെയ്യാം. ദെൻ ബാലൻസ് നമുക്ക് എന്താ വരിക? E ഈസ് ഈക്വൽ ടു നമുക്ക് വന്നത് റോ നോട്ട് r ക്യൂബ് ഡിവൈഡഡ് ബൈ ഈ ε0 താഴെ വരും, അതേപോലെ തന്നെ 4 നമുക്കുണ്ട്. സോ 4 ε0 r², ഈ r² താഴെ വരും. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന സെക്കൻഡ് കേസിൻ്റെ എക്സ്പ്രഷൻ ഫോർ ഇ. സോ ഇതുപോലെ ഇക്ക് നമുക്ക് 2 എക്സ്പ്രഷൻസ് ഉണ്ടാവും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഇതുപോലെ ഒരു സ്പെറിക്കൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ടെങ്കിൽ, റോ വിയുടെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ ഇയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ ലെക്ചറിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.